സലഫുകളിൽപ്പെട്ട മുഹമ്മദ് ബിൻ കഅബ് അദ്ദേഹത്തോട് ചോദിച്ചു, മാ അലാമാത്തുൽ ഖുദ്ലാൻ, അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കാതിരിക്കുന്നതിന്റെ അടയാളം എന്താണ്? അദ്ദേഹം പറഞ്ഞു, അയ്യസ്തഖ്ബിഹ അർറജുലു മാ കാന യസ്തഹ്സിൻ വയസ്തഹ്സിന മാ കാന ഖബീഹൻ. ഒരാൾ നല്ലതായി കാണേണ്ട കാര്യങ്ങൾ അവൻ മോശമായി മനസ്സിലാക്കുക, മോശമായി കാണേണ്ടതിനെ നല്ലതായും അവൻ മനസ്സിലാക്കുക. ഹക്കിനെ ബാത്തിലായും ബാത്തിലിനെ ഹക്കായും, ഖൈറിനെ ഷർറായും ഷർറിനെ ഖൈറായും, തൗഹീദിനെ ശിർക്കായും ശിർക്കിനെ തൗഹീദായും, സുന്നത്തിനെ ബിദ്അത്തായും ബിദ്അത്തിനെ സുന്നത്തായും, ഹറാമിനെ ഹലാലായും ഹലാലിനെ ഹറാമായും. നമ്മൾ എന്താ പറയാ, നിങ്ങളെ വടക്കൻ കേരളത്തിൽ പ്രയോഗം കണ്ടെടുക്കുകയാണെങ്കിൽ ഉൾട്ടാക്കുക, അല്ലെ? ശരിയായത് എന്താണ് അതിന്റെ നേരെതിര് മനസ്സിലാക്കുക. നല്ലതിനെ ചീത്തയായും ചീത്തതിനെ നല്ലതായും മനസ്സിലാക്കുക. ഇതാണ് അള്ളാഹു നമ്മെ കൈവിട്ടതിന്റെ അടയാളം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇന്ന് നോക്കൂ നിങ്ങൾ നാട്ടിൽ, ഇന്ന് അള്ളാഹുവിന്റെ ദീനിൽ ഹറാമാക്കിയ എല്ലാ മോശത്തരങ്ങളും ആളുകൾക്ക് മുന്തിയ കാര്യങ്ങളാണ്, വളരെ മേന്മയുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ ദീനിൽ അവൻ ഹറാമാക്കിയ ഇത്തരം വൃത്തികേടുകൾ അത് പരസ്യമായി ചെയ്യാനും ആ ചെയ്തത് ജനമധ്യത്തിൽ എടുത്തു പറയാനും അഭിമാനം കൊള്ളാനും പുളകം കൊള്ളാനും ആളുകൾക്ക് ഒരു മടിയില്ല. കാരണം എന്താ? ആളുകൾ അത് വലിയ സംഭവമായി, വലിയ സംഗതിയായി, അഭിമാനമായി, സ്വാതന്ത്ര്യമായി, പുരോഗമനമായി എടുത്തു പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ ലഹരി, മദ്യപാനം, പുകവലി, ഇത് വലിയ അഭിമാനത്തിൽ ആണത്തത്തിന്റെ അടയാളമായി പുരുഷന്മാരെടുത്തു പറയുന്നു. അത് വലിക്കാത്തവൻ ആണല്ല എന്നാണ്, അത് ചെയ്യാത്തവൻ ആൺകുട്ടിയല്ല, ഈ ആൺകുട്ടിയല്ലടോ എന്ന് പറഞ്ഞ് അത് ചെയ്യാത്തവരെ പരിഹസിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ, അവൻ അടുക്കരുത്, കൈകൊണ്ടും കണ്ണുകൊണ്ടും കാതുകൊണ്ടും ഒരു നിലക്കും സമീപിക്കരുത് എന്ന് പറഞ്ഞ് അവൻ വിലക്കിയ വ്യഭിചാരം, വലാ തഖറബു സിന, അതിനെ വളരെ പാവനമായി, മനോഹരമായി, പരിപാവനമായ പ്രണയം, പരിശുദ്ധമായ പ്രേമം എന്നൊക്കെ ഭംഗിയുള്ള വാചകങ്ങൾ ഇട്ടിട്ട് അതിനപ്പുറത്ത് സൗഹൃദം, ഫ്രണ്ട്ഷിപ്പ്, ഇങ്ങനെ പലതും പറഞ്ഞ് കുടുംബത്തിനകത്താണെങ്കിലോ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവാഹബന്ധം ഹറാമാക്കാത്ത, പരസ്പരം വിവാഹം കഴിക്കാൻ പറ്റുന്ന ആളുകളെ വരെ സഹോദരൻ സഹോദരി, ഏട്ടത്തി അനിയത്തി, കസിൻ ബ്രദർ, കസിൻ സിസ്റ്റർ, അള്ളാഹു സഹോദരൻ സഹോദരിയാക്കാത്തവരെ നമ്മൾ പിടിച്ച് സഹോദരൻ സഹോദരിയാക്കിയിട്ട് എല്ലാ ഹറാമിനും വഴിവെച്ചു കൊടുക്കും. ഇങ്ങനെ അകറ്റേണ്ടത് അകറ്റാതിരിക്കുകയും അത് അടുപ്പിക്കുകയും അടുപ്പിക്കേണ്ടതിനെ അടുപ്പിക്കാതെ അകറ്റുകയും ചെയ്യുക. നല്ലതിനെ ചീത്തയായും ചീത്തതിനെ നല്ലതായി മനസ്സിലാക്കുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതാണ് ഏറ്റവും വലിയ വഴികേട്. ഇതാണ് അള്ളാഹുവിന്റെ തൗഫീഖിൽ നിന്നൊരാൾ അകലുന്നതിന്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷണം.